സ്മൃതി, ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കിടന്നുരുളുന്ന VC-യാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ ഭാരതാംബയെ വെച്ച അല്ലെങ്കിൽ കാവ്യക്കുടി ഏന്തിയ ഭാരതാംബയെ വെച്ചതിൽ പ്രശ്നമില്ലേ എന്നൊരു ചോദ്യത്തിൽ പ്രകോപിതനായി ഉത്തരമില്ലാതെ കയറിപ്പോകുന്ന VC-യാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് VC ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണാൻ പോകുന്നത്. സർക്കാർ ഇടപെടുന്ന വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും. VC-ക്ക് പിടിവാശിയാണോ? ഇതിപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി വേഴ്സസ് രാഷ്ട്രീയ നിലപാട് എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതിനൊപ്പം നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതേസമയം ഈ പറയുന്ന RSS നിലപാട് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നിലപാടിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് VC-യുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. കാരണം കഴിഞ്ഞ 30-നാണ് VC അവിടെ നിന്നും പോകുന്നത്. അത് ആദ്യം റഷ്യൻ യാത്രയായിരുന്നു, തിരിച്ച് ജോയിൻ ചെയ്യുന്നു. പക്ഷേ പിന്നീട് കയറാൻ പറ്റാത്ത രൂപത്തിൽ മാറിയല്ലോ. അപ്പോൾ നീണ്ട 18 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ന് അവിടെ എത്തുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു, അതിലൊക്കെ ഒപ്പുവച്ചിരിക്കുന്നു. ഇന്ന് മാത്രം വന്ന 145 അപേക്ഷകളുണ്ടായിരുന്നു, അതിലും താൻ ഒപ്പുവെച്ചു. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റുകളൊന്നും കെട്ടിക്കിടക്കുന്നില്ല. ആ പണി അങ്ങ് പൂർത്തിയാക്കി. പിന്നെ PhD പാനൽ, അത്യാവശ്യം ഫയലുകൾ, ഇതൊക്കെ തന്നെ തീർത്തിരിക്കുന്നു. അപ്പോൾ ഇതുവരെ കെട്ടിക്കിടന്നിരുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിന്നിരുന്നല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ വലിയ പ്രതിഷേധം, SFIയുടെ സമരം. അത് ഈ അവിടെ ഹാളിൽ ഭാരതാംബ കാവ്യക്കൊടിയേന്തിയ ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ചാൻസലർ എത്തുന്നതിന് ശേഷം തുടർന്ന് നടന്ന സമര പരമ്പര, ആ സമര പരമ്പരയ്ക്ക് തൽക്കാലം സുല്ലിട്ടിരിക്കുന്നു SFI എന്നുള്ളതാണ്. ഇന്നലെ സമരമുണ്ടായിട്ടില്ല. SFIയോട് തൽക്കാലം സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചു എന്നുള്ള സൂചനകളുമുണ്ട്. അതിന് കാരണം ഇത് വിദ്യാർത്ഥികളെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിങ്ങനെ ഈ രൂപത്തിൽ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് മാറി SFI ആ രൂപത്തിൽ മാറുന്നു. പിന്നെ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റും ഞങ്ങൾ VC-യെ തടയുന്നില്ലല്ലോ എന്നൊരു നിലപാട് എടുക്കുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് അവരും അയയുന്നുണ്ട്. അങ്ങനെ VC എത്തുകയാണ്, അവിടെ വെച്ച് വാർത്താസമ്മേളനം നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അതേസമയം ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ്. ഗവർണർ എന്നാൽ ഭരണത്തലവനാണ്, സർവകലാശാലകളുടെ തലവനാണ് ചാൻസലർ. അപ്പോൾ ആ ചാൻസലറെ അപമാനിക്കാൻ പാടുമോ? അങ്ങനെ അപമാനിച്ച നടപടി അന്വേഷിക്കാനാണ് സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തിയത്. ആ സിൻഡിക്കേറ്റ് അത് അന്വേഷിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? രജിസ്ട്രാർക്ക് പിന്തുണ നൽകി. അത് ശരിയാണോ എന്നുള്ള മറുചോദ്യം അവിടെ ചോദിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എതിരഭിപ്രായം അവിടെ തുടരുന്നു. പക്ഷേ ഇന്ന് VC മന്ത്രിയെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു. അരമണിക്കൂർ നീണ്ടിട്ടുണ്ട് ആ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ചാൻസലർ ആവശ്യപ്പെട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന സൂചനകളും വരുന്നുണ്ട്. അതായത് ഗവർണർ ആവശ്യപ്പെടുകയാണ്, ഇത് പരിഹരിക്കൂ, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം. സർക്കാരിനെ സംബന്ധിച്ചായാലും ചാൻസലറിനെ സംബന്ധിച്ചായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണസ്തംഭനം അത് ഒഴിവാക്കുക എന്ന് രണ്ടു കൂട്ടരുടെയും ആവശ്യമാണ്. ആ നിലയിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ആ കൂടിക്കാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കൂടിക്കാഴ്ചയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുക എന്ന ആവശ്യമാണ് മന്ത്രി മുന്നോട്ട് വെച്ചെന്ന് കേൾക്കുന്നു. അതിന്മേൽ അദ്ദേഹം കൃത്യമായ തീരുമാനം പറഞ്ഞിട്ടില്ല എന്നും കേൾക്കുന്നു. ഏതായാലും അരമണിക്കൂർ ചർച്ച കഴിഞ്ഞുള്ള ആ ചർച്ചയ്ക്ക് ശേഷമാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ മന്ത്രി കാണുമ്പോഴും പറയുന്നത് ചർച്ചയ്ക്കുള്ള സാധ്യതകളാണ്, പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണത്തെ ഞാൻ ആ രൂപത്തിലാണ് കാണുന്നത്. ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ട സമയം കടന്നു പോയിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് വീണ്ടും ഈ കാവ്യക്കൊടിയേന്തിയ ഭാരതാംബ എന്ന വിഷയത്തിൽ ഊന്നി തന്നെ നിൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. അതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു എന്താ പറയുക, സർക്കാർ പരിപാടി ആയിരുന്നില്ല എന്നുള്ള ന്യായങ്ങൾ അപ്പുറത്ത് ഉന്നയിക്കാമല്ലോ. അപ്പോൾ അതിന്മേൽ എന്തിനാണ് ഇത്രയും പിടിവാശി? വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന രൂപത്തിൽ ഇവിടെ VC തന്നെ പറയുകയാണ്, എത്ര വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത്? 30% സീറ്റുകൾ വേക്കൻ്റായി ഇവിടെ കിടക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ സാമ്പത്തികമായി നല്ല അവസ്ഥയിലൊന്നുമല്ല, അവർക്ക് സാമ്പത്തികമായ കഴിവുണ്ടായിട്ടല്ല പുറത്തേക്ക് പോകുന്നത്, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇത്രയും വേക്കൻ്റായ സീറ്റ് ഉണ്ടായിട്ടും അവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യം ആര് സൃഷ്ടിക്കുന്നു എന്ന ചോദ്യം VC ഇങ്ങോട്ട് എടുത്തിടുകയാണ്.
അത് സർക്കാർ നേർക്കാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിലേക്ക് അവിടെ എത്തുകയാണ്. അപ്പോൾ ഇതിൽ ആത്യന്തികമായി പരിഹാരം വേണം. മുഖ്യമന്ത്രിയും ഒരുപക്ഷേ ചാൻസലറെ, ഗവർണറെ കാണുമെന്നുള്ള സൂചനകളുണ്ട്. ആത്യന്തികമായി നമുക്കറിയാമല്ലോ സർക്കാർ എന്തുകൊണ്ടാണ് പുതിയ ഗവർണർ വന്നപ്പോൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ചത്. ഭരണപരമായി മുന്നോട്ട് പോകണം, ഭരണസ്തംഭനം എന്നുള്ളത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രായോഗികമായ ചില കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് രാഷ്ട്രീയ നിലപാടുമുണ്ട്. രാഷ്ട്രീയ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിലേക്ക് പ്രായോഗികമായ ചില സമീപനങ്ങളിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിസ്ട്രാറുടെ കാര്യത്തിൽ പിടിവാശിയുണ്ടോ എന്ന് ചോദിച്ചാൽ പിടിവാശിയുണ്ട്. പക്ഷേ ആത്യന്തികമായി രണ്ടു കൂട്ടരും അല്പം അയയുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. Meet the editors.